നീ ഒന്ന് ഡീസന്റ് ആയിട്ടിരി, സ്ഥലത്താറായി. ഓ ആ നിർത്ത്. എന്നെ നിവർത്താനോ? വണ്ടി നിർത്താനാ പറഞ്ഞത്. ഓ ഞാൻ വിചാരിച്ചു നടക്കാത്ത കാര്യം എന്താ വിളിച്ചു പറയണേ. കൃഷ്ണ ഇതാ പെണ്ണിന്റെ വീട്. വീട് പോരാ കേട്ടോ. ഞാൻ വിചാരിച്ചു 2 നില വീടായിരിക്കും. നിലമറന്ന് സംസാരിക്കരുത് കേട്ടാ. ആ പൗഡറൊക്കെ ഒന്ന് തൂത്ത് കളടാ. കൂടിപ്പോയോ? ഇല്ല, കുറഞ്ഞു പോയി. അതാ തൂക്കാൻ പറഞ്ഞ്. ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം. എന്താ ഈ സമയത്ത് ഒരു മുള്ളല്? നിന്നെ കൊണ്ടല്ല അകത്തേക്ക് പോകുന്നത്, അവിടെ ഇരുന്ന് മുള്ളണ്ടാന്ന് കരുതി. എന്നാ പിന്നെ 2 കൂടി കഴിച്ച് തന്നാ മതി. പെണ്ണിന്റെ പേരിലായിരിക്കും വീട്. വിറ്റ എന്ത് കിട്ടാവോ? കല്യാണത്തിന്റെ അന്ന് തന്നെ വിപ്പിക്കണം. ഇവിടെ ആരുമില്ലേ? എടോ ഇവിടെ ഒന്നുമില്ല, ശനിയാഴ്ച വാ. അതെ തോമയായിരുന്നു. അയ്യോ ഇത് പിച്ചക്കാരനല്ല, താൻ ചെറുക്കനായിട്ട് വരാന്ന് പറഞ്ഞിട്ട്. ആ മുതലല്ലേ ഈ നിൽക്കുന്നത്. അയ്യോ എന്നാ കേറുവാ. പൗഡർ തുടച്ചതാ കുഴപ്പമായത്. അല്ലെങ്കിൽ നീ മമ്മൂട്ടിയല്ലേ? ഇതാ വലത് കാലി. അയ്യോ ഞാൻ ഇടതാ. ഇവിടെ 18 പടി കെട്ടാമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ പെൺകുട്ടി എനിക്ക് ഇഷ്ടായി. ഇത് പെണ്ണിന്റെ അമ്മയാണ്. സോറി, ചർമ്മം കണ്ട പ്രായം തോന്നില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണേ. മോന്റെ പേരെന്താ? കുഞ്ഞൻ. കുഞ്ഞെന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ. പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. ഇപ്പൊ ഇട്ടു ചവിട്ട് കൂട്ടി ഞാൻ മോളെ വിളിക്കാം. സുഹാസിനി. സുഹാസിനി സിനിമാ നടിയുടെ പേരാ. സുഹാസിനി വിമൽ കുമാർ. ഡീസന്റ് വീടല്ലേ? അങ്ങോട്ട് പാട്ടോ. നാണിക്കണ്ട, മണവാളുടെ മുഖത്തേക്ക് നോക്കിക്കോ. പിന്നെ കണ്ടില്ലാന്ന് പറയരുത്. ആ ഇല്ലേ? നല്ല കുട്ടി. ഒറ്റ മോളേ ഉള്ളൂ. മതിലോ? ഞാൻ പൊരനിറങ്ങി നിൽക്കാണെന്ന് കരുതി എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. നിനക്കറിയോ? തന്തയും തള്ളയും കൂടെ ഒരാളിനെ കൊണ്ടുവന്നിരിക്കുന്നു. ആ കൂനന് വിവാഹം കഴിക്കുന്നതിലും ഭേദം ജീവിതകാലം മുഴുവൻ ഒരു വിധവയെ പോലെ ഞാനിവിടെ കഴിയുന്നതാ. അവന്മാരോട് ഇറങ്ങി പോകാൻ പറ. ഞാനിവിടെ നിന്നോളാം. പരന്ന കൂനനെ കണ്ട് ഞാൻ ജീവിതം വെറുത്തുപോയി. കല്യാണം വേണ്ട. ശാശി, അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മഞ്ജു വാര്യറാണെന്ന വിചാരം. വെറുതെ അല്ല വളർച്ച മുരടിച്ചു പോയത്. ആരുടെ മഞ്ജു വാര്യരെയാ? ഇഴജന്തുന്റെ. ഞങ്ങൾ ഇറങ്ങാ. മോള് വളർന്ന് വലുതായിട്ട് വരാം. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്തായാലും വന്നല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. 75 വീട്ടിൽ നിന്ന് പെണ്ണുകാണാൻ നടന്ന് ചായ കുടിച്ചത് പോരെ? ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ചായ കുടി. എന്നെ കൊണ്ടുവരുന്ന 100 വീട്ടിൽ നിന്ന് ചായ കുടിച്ചേക്കാന്ന് ചേട്ടനോടെ നിറച്ചുണ്ടോ? എന്തായാലും ഇവിടെ വരെ വന്നാലേ കാറ് കാശെങ്കിലും മുതലാവട്ടെ. പണ്ട് കപ്പലിന്റെ കച്ചവടം ചെയ്തത് നന്നായി. കുമ്പിള് കുത്താൻ പറ്റി. പട്ടി ബിസ്ക്കറ്റോ? വെറുതെ അല്ല പെണ്ണ് കിടന്ന് കുരക്കണത്. ഇതല്ലേ തീറ്റ. ഇവിടെ അപ്പം രണ്ടല്ലേ? അയ്യോ, ആര് പറഞ്ഞത് പട്ടി എനിക്ക് 2 അപ്പനാണെന്ന്? അതല്ല, നിങ്ങൾ കഴിച്ച 2 അപ്പല്ലേ ചോദിച്ചത്. അങ്ങനെ വാദം പറയണ. അവര് 2 അപ്പനുള്ള നാട്ടിൽ പാട്ടാണ്. പിന്നെ നിങ്ങൾ അതൊക്കെ വിളിച്ചു പറയുന്നത് എന്തിനാ? നിനക്ക് അവന് പുട്ട് കൊടുത്താൽ പോരായിരുന്ന? അതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. മേലിൽ അവൻ അപ്പം കൊടുത്തു പോരുത്. അഥവാ അവൻ അപ്പം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരപ്പം കൊടുത്താൽ മതി.
എന്താണുമ്മ ബോംബെന്ന് ജമാനെ വിളിക്കാതെ പറഞ്ഞിട്ടുണ്ടാ? ഓനായിരിക്കും ഈ വിളിച്ചോണ്ടിരിക്കണത്. ഉച്ചയോടെ എട്ടാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞൻ എന്താ പെണ്ണിന്റെ പുരയിൽ പൊറത്തു തുടങ്ങിയ? വരുന്ന വഴിക്ക് കുഞ്ഞിന് വേറെ പെണ്ണ് കാണാനുണ്ടാവുമ്മ. അല്ലാതെ നിന്ന് അല്ലാതെ വന്ന് മണിക്കൂർ നാളായി നമ്മളിവിടെ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. ആ എന്താ ടോമ ഈ പെണ്ണിനെങ്കിലും ഇവന് പിടിച്ചാ? ഇവനെന്റെ വെട്ടുപോത്ത് പോണ പോലെ പോണത്. ഞാൻ വേറെ പെണ്ണ് നോക്കാൻ പറഞ്ഞ എന്റെ പരിഭവാ. ആ ഉമ്മ ഞാൻ പറയാൻ മറന്നു. ഇന്നലെ രാത്രി ജമാൽ വിളിച്ചിരുന്നു. അവന് ഞാൻ അടുത്ത ആഴ്ച വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്താ ഹിമാറേ, ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്ന? അല്ല നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്താ വിശേഷം? ആ അതൊക്കെ പറയാം. എന്റെ ഉമ്മോ, പെണ്ണിനെ ഒരു വകയ്ക്ക് കൊള്ളൂല. പൊടിക്കുപ്പയുടെ അത്ര ഉള്ള ഒരു വിഷക്കുരു. എന്നാലും അവളുടെ അഹങ്കാരോ മത്തങ്ങയുടെ അത്ര വലിപ്പമുണ്ട്. ഈ വക പാഷാണത്തി കൃമികളെ എന്റെ ഭാര്യയായിട്ട് കൊണ്ടുനടക്കുന്ന എങ്ങനെയാ? അയ്യയ്യേ, എനിക്കിഷ്ടായില്ല. വയ്യാറ്റ നിനക്കൊരു താങ്ങും താണലും ആയിക്കോട്ടെ എന്ന് കരുതിയ ഒരു നിക്കാഹ് കഴിക്കാൻ പറഞ്ഞു. നിന്നേക്കാൾ വയ്യാത്ത പെണ്ണായാലും എങ്ങനെയാ ശരിയാവുക? അതെ, ആ പെണ്ണെ കല്യാണം കഴിച്ചാലേ ഞാൻ അതിനും ചുമന്നിട്ട് നടക്കേണ്ടി വരും. അല്ലാതെ തന്നെ നടക്കാനുള്ള ആവത് എനിക്കില്ല. ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കി വേണ്ടാന്ന് പറയൂന്ന് വിചാരിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാ എന്റെ ഭാഗ്യത്തിന് പെണ്ണ് തന്നെ അപ്പുറത്തുനിന്ന് പറയുന്ന ഞാൻ കേട്ടു. ആ കൂനൻ എനിക്ക് വേണ്ടാന്ന്. എന്നെക്കാളും വൈകല്യമുള്ള പെണ്ണ് പോലും എന്നെ വേണ്ടാന്ന് പറയണം ഉമ്മ. ഉമ്മക്കറിയോ, ഇതുവരെ വന്ന എല്ലാ ആലോചനകളും എനിക്കിഷ്ടായിരുന്നു. തോമേട്ടനറിയാം. അവർക്കെന്നെ വേണ്ടാന്ന് പറയുമ്പോഴാ പെണ്ണിന് നിറം പോരാ മുടി പോരാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ. മോൻ വിഷമിക്കാണ്ടിരി. എന്റെ മോനെ ഇഷ്ടപ്പെടുന്ന നല്ല മുഞ്ചുള്ളൊരു പെണ്ണ് ഈ ദുനിയാവിൽ എവിടെയെങ്കിലും. എന്റെ പ്രേമ ബാധനല്ലേ കരളെ, എന്റെ ചക്കര മോളലടി. എവിടെന്നാ വൃത്തിയുടെ ശബ്ദം? എന്റെ അല്ലാട്ടോ. ഒരു തെണ്ടി ഡിസ്റ്റർബ് ചെയ്താ മോളെ. അസ്സലാമലൈക്കും. എനിക്ക് ദുബായിക്കൊന്ന് വിളിക്കണല്ലോ. ഇൻകമിങ് സംസാരിച്ചോണ്ടിരിക്കാ, സമയം എടുക്കും. ചേട്ടൻ ഇപ്പൊ പോയിട്ട് രാത്രി വാ. രാത്രി വിളിച്ചാൽ 10 കാശാവുള്ളൂ. എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അയ്യോ, അതിലും വലിയ അത്യാവശ്യ. അവരുടെ ലൈഫിന്റെ പ്രശ്നം. ചേട്ടൻ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഒരു 10 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു ബൂത്തുണ്ട്. അവിടെ പോയി വിളിച്ചോളൂ. എന്നാ പിന്നെ എനിക്ക് ദുബായിക്ക് നേരിട്ട് പോയി പറഞ്ഞൂടെ? എന്നാ പിന്നെ അതാ നല്ലത്. ഔട്ട് ഗോയിങ് ഫ്രീ ആയിരിക്കും. പ്ലെയിനിന്റെ കാശാവുള്ളൂ. ഇവനെയൊക്കെ ആരുടെ അവിടെ പിടിച്ചിരുത്തിക്കുന്നത്? നിന്റെ അപ്പനടാ പട്ടി. ചന്ദ്ര ഒരുമ്മ ഞാനും ഒരുമ്മ ഞാനും ഒരു മാള. ഹലോ 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 ഒച്ചോ. സ്നേഹമില്ലാത്ത കുട്ടി. 12:55 കൊച്ചി സിദ്ധാർത്ഥയിൽ ആലിസ് വിളിക്കും. അപ്പൊ ഇപ്പൊ വിളിച്ചത് ആരാ? ഇപ്പൊ വിളിച്ചത് കലാനിലയത്തിലെ നിമ്മിയല്ലേ? ഓ, നിന്റെ ഒരു യോഗം. എടാ ചന്ദ്ര, എന്തൊക്കെയാ അവള് പറഞ്ഞത്? ഒന്ന് കേക്കട്ടാ. ഈ കാമുകനും കാമുകനും തമ്മിലുള്ള സല്ലാപ രഹസ്യം പുറത്തു പറയാൻ പാടില്ല കുഞ്ഞാ. എടാ, ഞാൻ ഈ ബൂത്ത് നടത്തുന്നത് തന്നെ പ്രേമിക്കുന്നവർക്ക് വേണ്ടിട്ടാ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻകമിംഗ് കോൾ വരുന്നത് ഈ ബൂത്തിലാ. കാമുകി കാമുകന്മാർ സംസാരിക്കുന്നത് കേൾക്കുന്നത് തന്നെ എനിക്കൊരു കുളിരാ. കാക്കയുടെ വിശപ്പം തീരും, പശുവിന്റെ കടിയും മാറും. എന്താണ് അവള് പറഞ്ഞത്? ഒന്ന് പറയടാ. നീ അയന്റെ പേരിൽ പറയാ, പുറത്താരോടും പറയരുത്. അവൾ എന്നോട് പറയാ, എന്നെ കാണാൻ കമലഹാസന്റെ പോലെ ഇടുന്നു. കമലഹാസന്റെ ആയിരിക്കില്ല, കമലയുടെ ആസനം എന്നായിരിക്കും പറഞ്ഞേ. നിന്റെ ഒരു തമാശ. 12:50 ആലീസ്. കമലഹാസനം ചെല്ല്. 4 ആള് വിളിക്കാൻ വരുന്ന സമയാ. ഇപ്പൊ തന്നെ കയ്യിൽ ദുബായി പോയി. കരിക്കട്ട പോലെ ഇരിക്കണേ. എന്നിട്ട് അവനും പെണ്ണ്. എന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ഓ പേടിപ്പിച്ചു കളഞ്ഞു. ഓ, ഈ പണ്ടാറപ്പല്ല് പിന്നെ പൊന്തിയോ? ഏയ് ഇല്ല, 2 ഇഞ്ച് താഴ്ന്നിട്ടുണ്ട്. പുഴയിലെ വെള്ളായിരിക്കും. ഹലോ, എന്താ കുഞ്ഞാ ഒറ്റയ്ക്കിരുന്ന് സൗന്ദര്യം കാണുക? ഇന്നലെ ഫേഷ്യൽ ചെയ്യാൻ മറന്നു. അതുകൊണ്ട് ചെറിയൊരു കരിവാളിപ്പ്. ലക്ഷ്മി കുഞ്ഞിന് സുഖം തന്നെ അല്ലേ? അച്ഛന് സമയാസമയങ്ങളിൽ കള്ളമാരൊക്കെ കിട്ടുന്നുണ്ടോ? ഞാൻ ഒരു ഫോൺ ചെയ്തോട്ടെ. വിളിച്ചോളൂ വിളിച്ചോളൂ. വീട്ടിലെ ഫോൺ തകരാറിലായി കാണുമല്ലേ? കുത്തിക്കോളൂ കുത്തിക്കോളൂ. ഹലോ, ഞാനാ. ഇന്നലെ നീ എവിടെയായിരുന്നു? ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? എല്ലാം കുഴപ്പമായി. ആ കോളേജിൽ നിന്ന് അച്ഛൻ എന്റെ TC വാങ്ങി എന്റെ വിമൻസ് കോളേജ് കൊണ്ടുപോയി ചേർത്തു. ഇനി ഞങ്ങളുടെ ഈ ജംഗ്ഷനിൽ നിന്ന് കോളേജ് ബസ് കയറിയാ നേരെ കോളേജിനകത്ത് ചെന്നിറങ്ങണം. ഇനി പഴയ പോലെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല. നിന്നെ ഏത് നരകത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും പ്രസാദിന് കാണണമെന്ന് തോന്നിയാ കണ്ടിരിക്കും.
കോളേജിൽ വന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യരുത്. ഉം. അപ്പൊ ഇനി മുതൽ നിന്നെ കാണാൻ സംസാരിക്കൊന്നും വേണ്ടെന്നാണോ? അയ്യോ ദേഷ്യപ്പെടല്ലേ, ഞാൻ എന്നും ഇതുപോലെ അങ്ങോട്ട് വിളിച്ചോളാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു നമ്പർ തരാം. ഒരു മിനിറ്റ്, ഇവിടുത്തെ നമ്പർ ഞാൻ ഒരാൾക്ക് കൊടുക്കട്ടെ? കൊടുത്തോളൂ. ഇതൊരു STD ബൂത്തിലെ നമ്പറാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടുത്തെ ആളെ ഒന്ന് പരിചയപ്പെടുത്താം. ഹലോ, എല്ലാവരും എന്നെ വിളിക്കുന്ന കുഞ്ഞെന്നാ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. താൻ തന്നെ എന്തെങ്കിലും വിളിക്കേ. അവിടുത്തെ നമ്പർ പറയും. 33415. രാവിലെ 8:30 മണിയോടെ ഇവിടെ വിളിച്ചാൽ മതി. എന്ത് മെസ്സേജ് ഉണ്ടെങ്കിലും ഞാൻ പാസ് ചെയ്തോളാം. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാനുള്ള വിവരം അദ്ദേഹം അറിഞ്ഞാൽ എന്റെ ഷേപ്പ് മാറ്റും. ഇപ്പൊ തന്നെ ദൈവം ഷേപ്പ് മാറ്റിയാ വിട്ടിരിക്കുന്നേ. ഇനിയും ഷേപ്പ് മാറിയാ ചിലപ്പോ പരിചയക്കാരും അല്ല എന്നെ തിരിച്ചറിയൂല. ആരറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാനെന്നും വിളിക്കും. വിളിച്ചാൽ ലക്ഷ്മി എനിക്ക് കിട്ടിയിരിക്കണം. മനസ്സിലായല്ലോ? ഓ, ആള് ഭയങ്കര ചൂടനാ. നിങ്ങളാവില്ല. ഞങ്ങളെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓ, ഇതിനൊക്കെ എന്തൊന്ന് താങ്ക്സ്. ഇതൊക്കെ എനിക്കൊരു ത്രില്ല.